ഗൈസ്, ഒരു സമയത്ത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് 3 സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി ആൻഡ് സുരേഷ് ഗോപി. അതിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടി ഇന്ന് സൂപ്പർ സ്റ്റാർസ് ആണ്. അവർ കഴിഞ്ഞ് ഇന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആരും ഉള്ളൂ. പക്ഷെ ഒരു സമയത്ത് അവർക്ക് രണ്ടുപേർക്ക് ശേഷം ഇനി ആര് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തരവേ ഉള്ളായിരുന്നുള്ളൂ, അത് സുരേഷ് ഗോപി എന്നായിരുന്നു. ആ ഒരു ലെവൽ ഓഫ് സ്റ്റാർഡും ഫാൻഡും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ മലയാള സിനിമ അത്ര ആക്റ്റീവ് അല്ലെന്ന് മാത്രമല്ല, അതിലുപരി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കറന്റ് ജനറേഷന്റെ മുമ്പിൽ ആളൊരു മീം മെറ്റീരിയൽ ആണ്. ഇത് രണ്ടും അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന്റെ പുറകെ ആൾക്ക് വന്നേക്കുന്ന ഹെയ്റ്റിന് കയ്യും കണക്കുമില്ല. സോ ഒരു സമയത്ത് നമ്മുടെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർസിൽ ഒരാളായിരുന്നു നമ്മുടെ സുരേഷ് ഗോപിക്ക് ശരിക്കും എന്താണ് പറ്റിയത്? അപ്പൊ എല്ലാവർക്കും സോ ഗൈസ്, പലർക്കും അറിയായിരിക്കും നമ്മുടെ സുരേഷ് ഗോപി ആളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന്. അതായത് പുള്ളിയുടെ ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ചിട്ട് ഇപ്പൊ 60 വർഷം കഴിഞ്ഞു. നമ്മൾ വെറുതെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ മമ്മൂക്ക സിനിമയിൽ വന്നിട്ട് 55 കൊല്ലം എന്തോ ആയി. അതുപോലെ ലാലട്ടന്റെ കാര്യം നോക്കുവാണെങ്കിൽ ആളെ സിനിമ വന്നിട്ട് 50 കൊല്ലം പോലും ആയിട്ടില്ല. പക്ഷെ അതേസമയം നമ്മുടെ എസ് ടി സിനിമയിൽ വന്നിട്ട് 60 കൊല്ലം കഴിഞ്ഞു. ഈ ഒരു കാര്യം ഇപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞേ ഉള്ളൂ, ക്ഷമിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന നമ്മുടെ എസ് ജിയുടെ കാര്യം. ആളുടെ ഫസ്റ്റ് പടം 1965 ചെയ്തിട്ട് പിന്നെ അടുത്ത പടം പുള്ളി ചെയ്യുന്നത് 1986 ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. പുള്ളി എന്തിനാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്തെന്നുള്ള കാര്യം ചോദിക്കുവാണെങ്കിൽ എനിക്കറിയത്തില്ല. വേറെ പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നും ഇല്ലടേ. പുള്ളിക്ക് 8 വയസ്സങ്ങാണ്ട് ഉള്ളപ്പോഴാണ് പുള്ളിയുടെ ഫസ്റ്റ് പടം ചെയ്യണത്. അപ്പൊ എന്തായാലും പുള്ളിക്ക് വളർന്ന് വലുതാവാനുള്ളൊരു സമയം വേണ്ടേ. അപ്പൊ ആ ഒരു സമയമാണ് ആ ഒരു 20 വർഷം. സോ ആ 20 വർഷത്തിന് ശേഷം പുള്ളി വന്നിട്ട് ചെയ്യുന്ന ഫസ്റ്റ് പടം എന്ന് പറയുന്നത് നിറമുള്ള രാവുകളാണ്. ഈ പടത്തിലെ പുള്ളിയുടെ വളരെ ചെറിയൊരു റോളാണ്. അതങ്ങനെ വലിയ ശ്രദ്ധയോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാര്യം അതിന് മാത്രം ഒന്നുമില്ല. ലൈക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് പോലും തികച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുടെ കരിയറിൽ ആൾക്കൊരു ഫസ്റ്റ് ഒരു കുറച്ചെങ്കിലും ഒരു റെക്കഗ്നേഷൻ ഒക്കെ കിട്ടിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന പടം. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു റോളാണ്. എനിക്ക് തോന്നുന്നു ഈ പടം കൂടുതൽ ആൾക്കാർ കണ്ടതുകൊണ്ടായിരിക്കണം ഈ പടത്തിലെ ആളുടെ ഒരു സംഭവം ആൾക്കാരൊക്കെ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതെല്ലാം ചെറിയ ചെറിയ റോൾസ് ആണ്. അതായത് ഈ 1986 തൊട്ട് 90s കാലഘട്ടം വരെ ആൾ ഓൾമോസ്റ്റ് കൂടുതലും ചെയ്തേക്കുന്നത് ഇതുപോലത്തെ ക്യാരക്ടർ റോൾസും അതുപോലെ തന്നെ വില്ലൻ റോൾസ് ഒക്കെയാണ്. അത് മാത്രമല്ല, ആൾ ഈ ഒരു സമയം കൊണ്ട് ഓൾമോസ്റ്റ് 80 പടങ്ങളോളം ചെയ്തു. ഇത്രയും പടങ്ങളുടെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ജനപ്രീതി നേടിയ കുറെ പടങ്ങളുടെ പേരും പറയാം. നമ്മുടെ ലാലട്ട സൂപ്പർ സ്റ്റാർ ആയ രാജാവിന്റെ മകൻ, അതുപോലെ നമ്മുടെ 20ാം നൂറ്റാണ്ട്, ഒരു CBI ഡയറി കുറിപ്പ്, മനു അങ്കിള്. ഇതിലെ മനു അങ്കിളിലെ മിന്നൽ പ്രതാപൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നമ്മൾ SGയെ കണ്ടേക്കുന്ന പോലെ നമ്മൾ പിന്നീട് ഇതുവരെ പുള്ളിയെ കണ്ടിട്ടില്ല. നമുക്ക് വേറെ കുറച്ച് പടങ്ങളോടെ നോക്കാം. ഒരു വടക്കൻ വീരഗാഥ, ന്യൂഡൽഹി, മൂന്നാം മുറ, ദൗത്യം, നായർ സാബ്, തൂവൽ സ്പർശം. ഇതൊക്കെയാണ് SG ആളുടെ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ചെയ്ത കുറച്ച് പടങ്ങൾ. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പടങ്ങളായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടതുമായിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പടങ്ങളാണ് കൂടുതലായിട്ട് എടുത്ത് പറഞ്ഞേക്കുന്നതും. സോ ഇതായിരുന്നു ആളുടെ കരിയറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ഇനി നമുക്ക് ആളുടെ ഒരു സ്റ്റാർഡത്തിലേക്കുള്ള ഒരു സംഭവം നോക്കാം. പുള്ളിയുടെ കരിയറിലെ ബ്രേക്ക് ത്രൂ ആയിട്ട് വന്നൊരു പടം എന്ന് പറയുന്നത് നമ്മുടെ 1992 ഇറങ്ങിയ തലസ്ഥാനമാണ്. ഈ ഒരു പടമായിരുന്നു ആളുടെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ആളുടെ കരിയറിൽ ആളൊരു മെയിൻ ലീഡ് ഹീറോ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഒരു പടത്തിലൂടെ ആയിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് അടുത്ത വർഷം, അതായത് 1993 ഏകലവ്യൻ ഇറങ്ങുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാളത്തിൽ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സുരേഷ് ഗോപി കഴിഞ്ഞ ആളുള്ളെന്ന്. ആൻഡ് എനിക്ക് തോന്നുന്നു ആളുടെ കരിയറിൽ ആദ്യമായിട്ട് പോലീസായിട്ട് വന്ന പടം ഇതാണെന്ന്. ആൻഡ് ഈ ഒരു പടമൊക്കെ ഇറങ്ങിയ ടൈം ആയപ്പോഴത്തേക്കും ആളൊരു സ്റ്റാർ ആയി. ഈ സെയിം വർഷം തന്നെയാണ് ആള് ധ്രുവവും മണിച്ചിത്രത്താഴും അതുപോലെ മാഫിയൊക്കെ ചെയ്തതും. ആൻഡ് ഇത് കഴിഞ്ഞ് അടുത്ത വർഷമാണ്, അതായത് 1994 കമ്മീഷണർ ഇറങ്ങുന്നത്. കമ്മീഷണറൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ സ്റ്റാർഡം എന്ന് പറയുന്നത് പീക്ക് ലെവലിലേക്ക് പോയി. ആളുടെ സ്റ്റാർഡം എത്രത്തോളം പീക്കിലേക്ക് പോയി എന്ന് കാണിച്ചു തന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ദ കിങ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടത്തിൽ ആളുടെ ആ ഒരു ചെറിയ ക്യാമിയോ ഉണ്ടാക്കിയ ഇമ്പാക്ട്. ഇതിനുശേഷം ആൾ 1997 ലേലം, ഗുരു, അതുപോലെ കളിയാട്ടം ഒക്കെ ചെയ്തു. ഇതിൽ കളിയാട്ടത്തെ കുറിച്ച് നമ്മൾ എടുത്തു പറയണം, കാരണം ആ ഒരു പടത്തിലെ ആക്ടിങ്ങിനാണ് പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഭൂതക്കണ്ണടിയിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് അവിടെ ഉണ്ട്, അതേസമയം 20 ലാലട്ടന്റെ പെർഫോമൻസ് അവിടെ ഉണ്ട്. ഈ 2 പെർഫോമൻസിന് മേളിലാണ് പുള്ളിക്ക് കളിയാട്ടത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നത്. ആൻഡ് അതൊരു ചെറിയ കാര്യമല്ല. ആൻഡ് പിന്നീട് 1998 ആള് സമ്മർ ഇൻ ബെത്ലഹേം ചെയ്യുന്നത്. ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പടമായിരിക്കും അത്. ആൻഡ് അത് കഴിഞ്ഞ് 99 ആള് പത്രം, വാഴുന്നോർ, ക്രൈം ഫയൽ പോലുള്ള പടങ്ങളൊക്കെ ചെയ്തു. പിന്നീട് 2000 ആള് തെങ്കാശി പട്ടണവും ചെയ്തു. പിന്നീട് ഈ 2000 ശേഷമുള്ള കാലഘട്ടം, അതായത് ഒരു 2001 തൊട്ട് 2015 വരെയുള്ള ഒരു സമയം, അത് ആൾക്ക് അത്ര നല്ലൊരു സമയമല്ലായിരുന്നു. നല്ല സമയമല്ലെന്ന് പറയുമ്പോഴത്തേനും ഒരു 90s കാലഘട്ടത്തിൽ ആള് ചെയ്ത പോലുള്ള പടങ്ങളൊന്നും ആൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ബട്ട് എങ്കിലും ഇടയ്ക്കൊക്കെ നല്ല പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില മൾട്ടി സ്റ്റാർ പടങ്ങൾ, അതുപോലെ ചില ആളുടെ തന്നെ
സോളോ പടങ്ങൾ. അങ്ങനെ 2015 ആയപ്പോഴത്തേന് ആൾക്കാരുടെ ഒരു സൂപ്പർ സ്റ്റാർഡം നഷ്ടപ്പെട്ടെന്ന് വേണം പറയാൻ. 2015 പുള്ളി ഈ സിനിമയിൽ വില്ലനായിട്ട് വന്നത്. പിന്നെ അതിനൊക്കെ ശേഷം പിന്നീട് ആളുടെ പടങ്ങളൊന്നും കുറെ നാൾക്ക് വന്നിട്ടില്ല. അതായത് ഓൾമോസ്റ്റ് 2020 വരെ ആൾ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്തിനാണ് ആൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തെന്നുള്ള കാര്യം ചോദിക്കുവാണെങ്കിൽ അതെനിക്കറിയത്തില്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. എന്തായാലും പുള്ളി ആ സമയത്ത് സിനിമകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ആ ടൈമിൽ കോടീശ്വരൻ ചെയ്യുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ എന്തായാലും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കോടീശ്വരൻ. എന്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ നമ്മൾ മലയാളികൾ ഒരു സുരേഷ് ഗോപി എന്നൊരു ആക്ടറിനുപരി സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയെ കുറച്ചെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കോടീശ്വരന് വലിയൊരു പങ്കുണ്ട്. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ എന്ന് പറയുമ്പോഴത്തേന് ദിലീപ് ഏട്ടന്റെ സിനിമകളും മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഒക്കെ പടങ്ങളാണ്. ഹോണസ്റ്റ്ലി പറയുവാണെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനെ സുരേഷ് ഗോപി പടങ്ങളൊന്നും ഞാൻ കാണത്തില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഞാൻ ഏതെങ്കിലും രീതിയിൽ സുരേഷ് ഗോപി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം നിങ്ങൾക്കും ആകാൻ കോടീശ്വരനായിരുന്നു. ഞാൻ ആ ഒരു പരിപാടി കാണുമായിരുന്നു. വലിയ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനൊക്കെ കാണിക്കുമ്പോൾ വെറുതെ കറക്കി കുത്തി ഉത്തരം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കാണുന്ന ടൈമിൽ പുള്ളി അതിൽ കുറെ ആൾക്കാർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. കുറെ ആൾക്കാരെയൊക്കെ സഹായിക്കുമായിരുന്നു പുള്ളി. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് പുള്ളിയോട് കുറച്ചെങ്കിലൊക്കെ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. എനിക്ക് ഉറപ്പാണ് ആ ഒരു പരിപാടി കണ്ടിട്ട് സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയ കുറെ ആൾക്കാർ കാണും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന് പുള്ളി ഇലക്ഷന് ജയിക്കാൻ വരെ പുള്ളിക്ക് ആ ഒരു കോടീശ്വരനോട് കിട്ടിയ ആ ഒരു ഇമേജിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നത് മോർ ദാൻ പാർട്ടി ആൾക്കാർ സുരേഷ് ഗോപി എന്നൊരു വ്യക്തിക്കാണ് വോട്ട് ചെയ്തത്. അപ്പൊ പുള്ളിക്ക് അങ്ങനെ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് കോടീശ്വരന് വലിയൊരു പങ്കുണ്ട്. അതായത് ആൾ ഓൾറെഡി കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ബട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ആൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടത് കോടീശ്വരനിലൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആളുടെ ഫിലിം കരിയറിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ പുള്ളി ആ ബ്രേക്കിന് ശേഷം തിരിച്ച് പടം ചെയ്യാൻ തുടങ്ങിയത് 2020 വരനെ ആവശ്യമുണ്ടെന്ന് പറയുന്ന പടമാണ് പുള്ളി ചെയ്തത്. അത് അത്യാവശ്യം നല്ലൊരു പടമാണ്. സത്യം പറഞ്ഞാൽ പുള്ളി ആ ബ്രേക്കിന് ശേഷം വന്നിട്ട് ചെയ്ത പടങ്ങളെല്ലാം അത്യാവശ്യം നല്ല പടങ്ങളാണ്. ഒരു പടം ഒഴിച്ച് മെയ്ഹു മൂസ, അതൊഴിച്ച് ബാക്കി എല്ലാം അത്യാവശ്യം നല്ല പടങ്ങളാണ്. അതായത് കാവൽ, പാപ്പൻ, ഗരുഡൻ, JSK ഇതെല്ലാം അത്യാവശ്യം നല്ല പടങ്ങളാണ്. ഒരു കിടിലൻ കമ്പാക്ക് എന്നൊക്കെ തന്നെ വേണം നമുക്ക് പറയാം. അതുപോലെ ഇനി ആളുടെ വരാനിരിക്കുന്ന പടങ്ങളും അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആണ്. ഒറ്റക്കൊമ്പൻ, വരാഹം, ഇതിൽ ഒറ്റക്കൊമ്പന് ഞാൻ നല്ല വെയിറ്റിംഗ് ആണ്. കാരണം അതൊരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ പടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പോസ്റ്ററൊക്കെ കിടിലമാണ്. ഇനി നമുക്ക് സിനിമയ്ക്ക് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കറന്റ് ജനറേഷന് മുമ്പിൽ പുള്ളി ഒരു മീം മെറ്റീരിയൽ ആയി മാറിയതിന്റെ റീസൺ നോക്കാം. സത്യം പറഞ്ഞാൽ അതിന് വലിയ റീസണോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഈ മീംസും ട്രോൾസും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് ഈ മീംസും ട്രോൾസ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പിന്നെ എപ്പോഴും ഉള്ള കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ട്രോൾ ഇപ്പൊ നമ്മൾ ആക്ടേഴ്സിന്റെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ അവർ ഓൾറെഡി പണ്ട് ചെയ്തു വെച്ച സിനിമകളുടെ അവർ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ടാണ് കൂടുതൽ വരുന്നത്. ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം നോക്കുവാണെങ്കിൽ മെയിലി പുള്ളിയുടെ മറ്റേ സിനിമ ഡയലോഗ്സ് ആയിരുന്നു. മറ്റേ തെറിയൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ സംഭവങ്ങൾ വന്നുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പുള്ളിയുടെ ഒരു സംഭവങ്ങളൊക്കെ കുറെയൊക്കെ കുറഞ്ഞെന്ന് വേണം പറയാൻ. പക്ഷെ ഒരു സമയത്ത് സുര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടോപ്പിൽ നിൽക്കുമായിരുന്നു. സോ അതിൽ പ്രത്യേകിച്ച് വലിയ റീസണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ പുതിയത് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് കംപ്ലീറ്റ്ലി ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ടോക്സിക് ഒന്നും ആവാത്തിടത്തോളം നമുക്കതൊക്കെ ഫണ്ണായിട്ടൊക്കെ എടുക്കാം. പിന്നെ അഫ്കോഴ്സ് ഈ ഫൺ എന്ന രീതി അല്ലാതെ പുള്ളിക്ക് കുറെ ട്രോൾസ് ഒക്കെ കിട്ടാറുണ്ട്. അത് വേറൊന്നും അല്ല, പുള്ളി ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യത്തിന് തന്നെയാണ്. പുള്ളി തന്നെ മൈക്കിൽ വന്നിട്ട് ഈ ജാതി പറച്ചിൽ, ഈ ഉന്നത കുലജാതം കളിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് കിട്ടാറുണ്ട്. അതിനൊന്നും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് കുറെ ഹേറ്റ് കിട്ടുന്നുണ്ട്. പുള്ളി ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ആൾക്കാരൊക്കെ പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന കേട്ടിട്ട് പുള്ളിയോടുള്ള ഇഷ്ടമൊക്കെ പോയ ആൾക്കാർ വരെ ഉണ്ട്. അതുകൊണ്ട് കുറെയൊക്കെ ഹേറ്റ് പുള്ളി ഡിസേർവിംഗ് ആണെന്ന് വേണേ പറയാം. സോ ഗൈസ്, അപ്പൊ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അവിടെയും കൂടെ ജോയിൻ ചെയ്തേക്ക്. സിനിമ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൽ വേറെ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ശരി എന്നാ, ഓക്കെ, ബൈ.